വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വള്ളികുന്നം കാരാഴ്മയിലാണ് സംഭവം. പാലപ്പുള്ളി കിഴക്കതിൽ സന്തോഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് കൂറ്റൻ ഇലഞ്ഞിമരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത്. വള്ളികുന്നം കാരാഴ്മ പാലപ്പുള്ളി കിഴക്കതിൽ സന്തോഷിന്റെ വീടിന് മുകളിലേക്കാണ് സമീപ വീട്ടിൽ നിന്ന ഇലഞ്ഞിമരത്തിന്റെ കൂറ്റൻ ശിഖരം ഒടിഞ്ഞു വീണത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്നവർ ഞെട്ടിയെഴുന്നേറ്റ് പുറത്തേക്കോടി. നമ്മള് ചാടിപ്പേണ്ട ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് നോക്കിയപ്പോൾ ഒരു മരം മറിഞ്ഞ് വീടിന്റെ മണ്ടയ്ക്കോട്ട് ഷെയ്ഡേ വന്ന് അടിച്ച് ഭയങ്കര സൗണ്ടായിരുന്നു. പിള്ളേരപ്പോഴത്തേക്ക് ഉണർന്ന് വിളിച്ചു പോയി കരയൊക്കെ ചെയ്തു. പിന്നെ പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിപ്പിച്ചു. മെമ്പർ വന്നു, സ്ഥലം സന്ദർശിച്ച് വില്ലേജ് ഓഫീസറെ വിവരം അറിയിപ്പിച്ചിട്ടുണ്ട്. അറിയാം, സംഭവം ഇതുവരെ നടന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും അവര് ബോംബെയിലായിരുന്നു താമസം. ഇപ്പൊ അവര് ഭർത്താവ് പരിചരണമൊക്കെ തള്ളാൻ മാത്രമേ ഉള്ളൂ. അവര് മക്കള് വീട്ടിൽ കൊണ്ടുപോയപ്പോ അവരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നേട്ടോ വരോ നോട്ടോ വല്ലതും ഉണ്ടായോ? പ്രത്യേകിച്ച് ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ മെമ്പർമാര് വന്ന് തിരക്കി. പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ആനുകൂല്യം ഉപയോഗിച്ച് നിർമ്മിച്ച വീടിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും മരം വീണ് തകർന്നത്. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. പിന്നെ പഞ്ചായത്തിന്റെ വീടാണ്. അവര് പിന്നെ എന്തൊക്കെയോ കടവടൊക്കെ വാങ്ങിച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്തതാണ്. ഇപ്പോഴും ബാങ്കിന്റെ ബാധ്യതകൾ നിൽക്കുകയാണ്. ജപ്തിയുടെ വക്കിലാണ്. കക്ഷിക്ക് പ്രത്യേകിച്ചൊരു ജോലിയില്ല, പെയിന്ററാണ്. ഉള്ള ജോലിക്കൊക്കെ പോകും. പിന്നെ വൈഫും ഇതേപോലെ തൊഴിലുറപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ പോകും. അങ്ങനെയൊക്കെയാണ് കുടുംബം പോകുന്നത്. പിന്നെ ഈ സംഭവം നടക്കുമ്പോൾ പൊടി കൊച്ചുങ്ങളും എല്ലാവരും ഉണ്ട്. മകളും കൊച്ചുമക്കളും എല്ലാം ഉള്ള കുട്ടികളെല്ലാം ഭയന്ന് നിലവിളിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്ന് നല്ല തക്കതായ ഇടപെടലും സഹായവും അവർക്ക് ആവശ്യമാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.